ഇറാൻ സർക്കാരിനെ പിന്തുണക്കുന്നവരുടെ ഉജ്ജ്വല പ്രകടനം ഇന്ന് തെഹ്റാനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച വിവരങ്ങൾ ഇപ്പോൾ ഇറാനിയൻ പത്രങ്ങളും മീഡിയകളും പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. മിഡിൽ ഈസ്റ്റിലെ മിഡിൽ ഈസ്റ്റിലെ റിപ്പോർട്ടിലും അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അഥവാ ജനങ്ങൾ രണ്ട് പക്ഷമായിട്ട് മാറണം എന്നുള്ള അഭിപ്രായം തന്നെ സർക്കാരിനുണ്ട്. ആരൊക്കെയാണ് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, എതിർക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം 1.2% പോലെയുള്ള ജനസംഖ്യയിൽ വളരെ കുറവുള്ള വിഭാഗം മാത്രമാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതും അവരുമായി നേരിട്ട് ചർച്ച നടത്താൻ വേണ്ടി അവർ പോലും തയ്യാറാകുന്നില്ല. ചർച്ചയ്ക്ക് വേണ്ടി സർക്കാർ തയ്യാറായിരുന്നിട്ട് പോലും അതിലേക്ക് അവർ അനുവാദം ചോദിക്കുകയോ വരികയോ സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അതോടനുബന്ധിച്ച് തന്നെ സർക്കാരിനെ നിലനിർത്തിയിട്ടില്ലെങ്കിൽ അഥവാ ഈ നിലവിലെ ഈ ഭരണകൂടം തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ഖംനായുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം തകരുന്ന ഒരു സാഹചര്യം ഇറാനിലുണ്ടായാൽ പിന്നീട് പടിഞ്ഞാറൻ വൽക്കരണ സംവിധാനത്തിലേക്ക് രാജ്യം പോകും. ഇസ്ലാമിക ദർശനവും കാഴ്ചപ്പാടും അപ്രത്യക്ഷമാകുന്ന രീതിയിലോ അതിലെല്ലാം വെള്ളം ചേർക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സംവിധാനത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എത്ര ഉണ്ട് എന്നുള്ളത് അറിയുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്, അനുകൂലമായിരിക്കുന്ന പ്രകടനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ സമയത്ത് രണ്ട് വിഷയം ഇവിടെ വരുന്നുണ്ട്. ഈ പ്രകടനം നടത്തുന്നവരും പ്രക്ഷോഭകരും തമ്മിൽ ഏറ്റുമുട്ടുമോ എന്നുള്ള ഒരു സ്ഥിതിയും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം സർക്കാർ സസൂക്ഷ്മം പരിശോധിക്കുകയാണ്. റൂട്ടുകൾ ഏത് ഭാഗത്തൂടെ എങ്ങനെയൊക്കെ വേണം എന്നുള്ളത് സർക്കാർ അനുകൂലിക്കുന്ന പ്രകടനവാദികൾക്ക് നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതായത് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ജനകീയപരമായിരിക്കുന്ന സമരം അല്ലെങ്കിൽ ജനകീയപരമായിരിക്കുന്ന പിന്തുണ സർക്കാരിനുണ്ട് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നാണ് വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു പ്രകടനം ഇവിടെ നടക്കുന്ന സമയത്ത് അതിൽ ലക്ഷങ്ങൾ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒരു വിഷയം ഇതിൽ പറയുന്നത് ഷിയാ വിഭാഗങ്ങളെ, അത് ഷിയാ വിഭാഗം ഒരു വംശീയപരമായിട്ട് തന്നെ സർക്കാരിന് പിന്തുണ നൽകുന്ന രീതിയിൽ ഏകോപിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കാര്യം ഇറാൻ്റെ വീഴ്ച എന്ന് പറയുന്നത്, ഇറാൻ്റെ പരാജയം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ പരാജയമായിട്ട് തന്നെ വിലയിരുത്തുന്നു. പിന്നീട് ഒരിക്കലും അറബ് രാജ്യങ്ങൾക്കോ മുസ്ലിം രാജ്യങ്ങൾക്കോ ഒരു പ്രതിരോധ നേതൃത്വ സംവിധാനമില്ലാത്ത രീതിയിൽ ഇറാൻ്റെ തകർച്ചയോടുകൂടി ഈ മേഖല വലിയ മുറിപ്പാടുണ്ടാക്കും. അത് തകരാതിരിക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കാൻ രഹസ്യമായ രീതിയിൽ അറബ് രാജ്യങ്ങളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ട് എന്നും പറയുന്നു. റഷ്യയും ചൈനയും പരസ്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് സർവ്വ പിന്തുണയും സർക്കാരിന് നൽകും. സർക്കാരിന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ആവശ്യങ്ങൾ നിറവേറ്റി നൽകാൻ വേണ്ടി തങ്ങൾ തയ്യാറാണ്. ഇവിടുത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഗവൺമെൻറ് സംവിധാനങ്ങൾ പ്രൗഢിയോടുകൂടി ഇപ്പോൾ എങ്ങനെയാണോ നിലനിൽക്കുന്നത് സമാനമായ രീതിയിൽ നിലനിൽക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. ഈ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാകുമ്പോൾ തെറ്റുന്ന സമയത്ത് അതിൻ്റെ ആഘാതങ്ങൾ ഇവിടെ മാത്രമല്ല ഗ്ലോബൽ ലെവലിൽ അത് ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പല ഏരിയകളും ഇറാനിൽ അമേരിക്കക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സർക്കാർ സംവിധാനം കൊണ്ടുവരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പിന്നീട് അത് നിയന്ത്രിക്കുക അമേരിക്കയും ഇസ്രായേലും തന്നെയായിരിക്കും. ഇറാഖിനെ പോലെ തന്നെ ഇറാഖിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ അമേരിക്കക്കെതിരെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന പോലും പുറത്തു വരുന്നില്ല. കാര്യം ഒരു അടിമ വംശത്തെ പോലെ, അമേരിക്കയുടെ ഒരു അടിമ വംശത്തെ പോലെയാണ് ഇപ്പം നിലവിൽ ഇറാഖ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇറാഖിൽ ഇപ്പോൾ അമേരിക്കക്ക് സൈന്യ താവളമുണ്ട്. അത് വിപുലമായിരിക്കുന്ന സൈന്യ താവളമാണ്. അവിടെ നിന്ന് പല രീതിയിലും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇതേ സാഹചര്യ സംവിധാനങ്ങൾ ഇറാനിലും ഉണ്ടാവും. കാര്യം പല്ലവി ഭരണ സംവിധാനത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ പഹ്ലവിയുടെ ഈ കുടുംബങ്ങൾ അപ്പാടെ ബ്രിട്ടനാണ് സംരക്ഷിക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസിലാണ് എന്ന് പറയുന്നു, ബ്രിട്ടനിലാണെന്ന് രണ്ട് അഭിപ്രായം അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അവരെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആദ്യമകാലത്ത്, അതായത് 979 ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പഹ്ലവി രാജവംശമായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത്. ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്ന അയാളുടെ മകനാണ് ഇപ്പോൾ ബ്രിട്ടനിലുള്ളത്. ഇവിടേക്ക് കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് അമേരിക്ക അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പൂർണ്ണമായ രീതിയിൽ പഹ്ലവി സംവിധാനത്തോട് താല്പര്യമില്ല എന്നും പറയുന്നു. അതിൻ്റെ കാര്യം ജനകീയപരമായ രീതിയിൽ അംഗീകാരമുള്ള വ്യക്തിയല്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. അങ്ങനെ അംഗീകാരമുള്ള ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് പ്രയാസമാണ്. പക്ഷേ ഇവിടത്തെ വിഷയം അവർ പറയുന്നത്, അമേരിക്ക തന്നെ പറയുന്ന കാര്യം, സംവിധാനം മാറുന്നതിനനുസരിച്ചല്ലേ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതുള്ളൂ.
ഇത് ഒരു കണിശമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു നീക്കം തന്നെയാണ് എന്ന് ട്രംപ് സമ്മതിക്കുന്നു. അതിൻ്റെ കാര്യം ലോകത്ത് ആയുധങ്ങളിൽ ഏകദേശം 17ാം സ്ഥാനം, 20 രാജ്യങ്ങളുടെ സ്ഥാനങ്ങളിൽ ഒന്ന് ഇറാനുണ്ട്. ഇറാൻ്റെ ആയുധങ്ങളും അതിൻ്റെ കാര്യങ്ങളെല്ലാം എവിടെയാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. അതിൻ്റെ മറ്റൊരു മറുവശം പറയുന്നത് ഇങ്ങനെയാണ്: അവിടെ ഇനി വല്ല കാരണവശാലോ ഭരണം വീണാലും അവിടുത്തെ സൈനിക ട്രൂപ്പ് എന്ന് പറയുന്നത് അത് ഹമാസിന് തുല്യമായ രീതിയിലോ അല്ലെങ്കിൽ താലിബാന് തുല്യമായ രീതിയിലോ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു പേഴ്സണൽ ട്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം ഏകദേശം 5 ലക്ഷത്തോളം ആളുകളുള്ള അല്ലെങ്കിൽ സൈനികരുള്ള ഒരു സംവിധാനം ഇറാനിൽ പ്രവർത്തിക്കുന്നു. ഇത് ആരാണ് ഏതാണെന്ന് ആർക്കും അറിയാത്ത രീതി ഒരു പേഴ്സണൽ ട്രൂപ്പായിട്ട്, അത് ഷിയ പേഴ്സണൽ ട്രൂപ്പായിട്ട് ഖംനായുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിഭാഗമാണ്. അവിടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഏത് രീതിയിൽ അവരെ ആക്രമിക്കാൻ പ്രാപ്തരായിരിക്കുന്ന ആളുകളാണ് അവരുടെ കൂട്ടത്തിലുള്ളത്. പക്ഷേ വിഷയം എന്ന് പറയുന്നത് അവരെവിടെ എങ്ങനെയെന്നുള്ളത് ആർക്കും അറിയാത്ത രീതിയിലാണ് അതിനെ ഒരുക്കിയിരിക്കുന്നത്, അണിച്ചൊരുക്കിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഭരണമാറ്റം വന്നാൽ പോലും ഒരിക്കൽ പോലും സ്ഥിരമായ രീതിയിലൊരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു തുടർച്ച ഇറാനിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രയാസമാണ്. അവർ വല്ലാതെ വേർക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു പേടിയും ഇറാനുണ്ട്, ആ ഒരു പേടിയും അമേരിക്കക്കുണ്ട്. അതിൻ്റെ കാര്യം അവർക്ക് ഉദാഹരണ കാര്യങ്ങൾ പറയാനുള്ളതിൽ ഒന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാനാണ്. താലിബാൻ്റെ ഭരണ സംവിധാനം അട്ടിമറിച്ചുകൊണ്ട് അമീദ് കർസായുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണ സംവിധാനവും കാര്യങ്ങളും വന്നിട്ടുണ്ട്. തുടരാൻ സാധിക്കില്ല. 15 വർഷം കഴിഞ്ഞതോട് കൂടിയിട്ട് തിരിച്ചടി ഉണ്ടായി. പുറത്താക്കപ്പെട്ട അതേ താലിബാൻ ശക്തി സംഭരിച്ചുകൊണ്ട് ആ രാജ്യത്തിലെ ഭരണം പിടിച്ചെടുത്തു. പിന്നീട് അവിടെ അമേരിക്കയുടെ സൈനികർ പോലും കുടുങ്ങിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഭീകരവാദികളായിട്ട് എഴുതി തള്ളുകയും ഇല്ലാതാക്കുകയും ചെയ്ത അതേ താലിബാൻ പിന്നീട് എങ്ങനെ സൈനികപരമായ രീതിയിൽ ശക്തി സംഭരിച്ചു എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇപ്പോൾ അമേരിക്കയ്ക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അവിടെ താലിബാനാണ് ഭരിക്കുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളും താലിബാൻ അംഗീകരിച്ചു വരുന്നു എന്നുള്ളത് മറ്റൊരു രീതി. അങ്ങനെ ഇനിയിപ്പോൾ ഗസയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹമാസിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയെന്ന് ഇപ്പോഴും ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. അവിടെ ഒരു സൈനിക ട്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പേഴ്സണൽ ട്രൂപ്പ് ഒരു ഭാഗത്തും സൈനിക ട്രൂപ്പായിട്ട് ഈ പ്രവർത്തിക്കുന്ന വിഭാഗവും അവിടെ നിലനിൽക്കുമ്പോൾ ആ സൈനിക ട്രൂപ്പ് പൊടുന്നനെ അവരുടെ യൂണിഫോം സംവിധാനം മാറിക്കഴിഞ്ഞാൽ അത് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് സൈനികരാണോ സാധാരണ പൗരന്മാരാണോ എന്ന് ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് പല ഘട്ടത്തിലും ഹമാസിൻ്റെ ആളുകൾ മുഖം മറച്ചുകൊണ്ട് ഈ പോരാളികളായിട്ട് ഫോട്ടോ എടുക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അവരെ കാണുന്ന സമയത്ത് എപ്പോഴും മുഖം മറച്ചുകൊണ്ടാണ് അവർ പ്രത്യക്ഷപ്പെടാറുള്ളത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ആ സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ ജീവിക്കുന്നു, പക്ഷേ ഹമാസിൻ്റെ പോരാളികളാണ്. ആ രീതിയിലാണ് ഈ രൂപത്തിൽ ഇറാൻ്റെ സൈനികപരമായ രീതിയിൽ മാറ്റം വന്നാൽ ഒരിക്കൽ പോലും പിന്നീട് അമേരിക്കക്ക് നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആഘാതങ്ങളുണ്ടാവും. ഗവൺമെൻറ് തലത്തിലുള്ള സൈനിക വിഭാഗം ഒരു സൈന്യത്തെ നേരിടുന്ന ഒരു രാജ്യത്തെ നേരിടുന്നതും അതോടൊപ്പം തന്നെ ഒളിപ്പോർ യുദ്ധം നടത്തുന്ന പോരാളികൾ നേരിടുന്നതും 2 രീതിയാണ്. ഇസ്രായേലിന് ഗസയിൽ വിജയിക്കാൻ സാധിക്കാത്തതിൻ്റെ വിഷയമെന്ന് പറയുന്നത് അവിടെ ഒരു ഗവൺമെൻറ് തരത്തിലുള്ള ഒരു സൈനിക ട്രൂപ്പിനോടല്ല ഇസ്രായേലിൻ്റെ സൈന്യം നേരിടുന്നതെന്ന് ഒളിപ്പോർ യുദ്ധമാണ്. നേർക്കുനേരെ മുഖാമുഖം ഏറ്റുമുട്ടിയത് വളരെ അപൂർവമാണ് 2 വർഷത്തിനിടയിൽ. ഗസക്കകത്ത് എല്ലാം ഒളിഞ്ഞു നിന്നുള്ള ആക്രമണം മാത്രമാണ് അവർ നടത്തിയത്. ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതി ഇറാനിലും വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ക്ഷീണമുണ്ടാകും. പിന്നെ മാത്രവുമല്ല ഈ അറബ് രാജ്യങ്ങളുടെ അമേരിക്കയുടെ ബേസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയാൽ അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് മുറിപ്പാടുണ്ടാകും. സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇറാനിലല്ല, അമേരിക്കയിലാണ്. ഏത് തരത്തിൽ ഇതിനെ മുന്നേറ്റണം എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം അയാൾക്കുമുണ്ട്, ട്രംപിനുമുണ്ട്. അത് വെനിസ്വേലയിൽ ഇടപെട്ട പോലെ വളരെ എളുപ്പത്തിൽ ഇടപെടാൻ സാധിക്കില്ലെന്ന് സമ്മതിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇത് തന്നെയാണ്. ഇപ്പോൾ ജനകീയപരമായ പങ്കാളിത്തത്തോടു കൂടി സർക്കാർ ഇവിടെ തുടരുന്നു എന്ന് ലോകത്തിന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് വിപുലമായിരിക്കുന്ന ഒരു പ്രകടന സംവിധാനങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും, വലിയ രീതിയിലുള്ള സ്വാധീനം ആ രാജ്യത്ത് നിലവിലെ ഗവൺമെൻറ്റിനുണ്ട് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നാണ് ഇറാൻ ഗവൺമെൻറ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്.